ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. അരുണാചലിൽ ബിജെപിയും സിക്കിമിൽ എസ്കെഎമ്മും അധികാരത്തിലേക്ക്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചു മാത്രമേ പിടിഎയുടെ തിരഞ്ഞെടുപ്പും പ്രവർത്തനങ്ങളും നടക്കാൻ പാടുള്ളൂവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ട്വന്റി ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് പാപ്പുവ ന്യൂഗിനി മത്സരം രാത്രി 8-ന്. ഉദ്ഘാടന മത്സരത്തിൽ കാനഡയ്ക്കെതിരെ അമേരിക്കയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7 ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭകളുടെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. കേരളത്തിൽ വോട്ടെണ്ണലിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. 20 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. വോട്ടെണ്ണലിന് ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ സുരക്ഷയ്ക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രസേനയെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര നിരീക്ഷകരുടെയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വോട്ടെണ്ണലിന് ശേഷം 15 ദിവസം വരെ ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും സുരക്ഷാ സേനയുടെ സേവനം ഉണ്ടാകും. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 19-ന് ആരംഭിച്ച് ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. അരുണാചലിൽ 46 സീറ്റുകളിൽ വിജയിച്ച് ബിജെപി അധികാരത്തിലേക്ക്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് മികച്ച ജയം. അരുണാചൽ പ്രദേശിൽ 60 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 10 സീറ്റിൽ ബിജെപി നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ബിജെപി 46-ഉം നാഷണൽ പീപ്പിൾസ് പാർട്ടി 5-ഉം എൻസിപി 3-ഉം ഇടങ്ങളിൽ വിജയിച്ചു. കോൺഗ്രസിന് 1 സീറ്റ് ലഭിച്ചു. സിക്കിമിൽ 32 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റിലും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരിടത്തും വിജയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ സംസ്ഥാനത്ത് ഏകീകൃത സംവിധാനം സജ്ജമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും results.eci.gov.in വഴിയും ഫലം ലഭ്യമാകും. റേമൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള സ്ഥിതിഗതികളും രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന യോഗം വിലയിരുത്തി. സംസ്ഥാനങ്ങളിലെ നിലവിലെ സാഹചര്യം ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. കെടുതികൾ നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ഇതോടൊപ്പം അതത് ജില്ലകളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. 3 ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണ 1-ാം ക്ലാസ്സിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 1 മുതൽ 9 വരെ ക്ലാസുകളിൽ ഓൾ പാസ് എന്ന രീതി മാറ്റി പഠനവും പരീക്ഷയും കുറ്റമറ്റ രീതിയിലാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന തീരുമാനം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മലബാറിലെ +1 പ്രവേശനത്തിന് സീറ്റ് ക്ഷാമമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ പിടിഐയുടെ തെരഞ്ഞെടുപ്പും പ്രവർത്തനങ്ങളും നടക്കാൻ പാടുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. ജനാധിപത്യപരമല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ചില പിടിഐകളുണ്ട്. അതിനെല്ലാം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. സ്കൂൾ പ്രവേശന സമയത്ത് മറ്റ് രക്ഷിതാക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പിടിഐ അംഗത്വ തുക മുഴുവനായി തന്നെ പിടിഐ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ്. പിടിഐ ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ വലിയ തുക പിരിക്കുന്നതായിട്ടുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ച സമഗ്ര പ്ലസ് പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് 1, 3, 5, 7, 9 ക്ലാസുകളിലേക്ക് കൈറ്റ് തയ്യാറാക്കിയ സമഗ്ര പ്ലസിലൂടെ പുതിയൊരു ഡിജിറ്റൽ പഠനാനുഭവം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു.
1 മുതൽ 12 വരെ ക്ലാസുകളിലേക്കുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും www.samagra.kite.kerala.gov.in എന്ന പോർട്ടലിൽ ലഭ്യമാണ്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 448 സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. ചടങ്ങിൽ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയനിലെ 290 വനിതകളും KAP 5ാം ബറ്റാലിയനിലെ 158 പുരുഷന്മാരുമാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 9 മാസത്തെ പരിശീലനത്തിനു ശേഷമാണ് ഇവർ സേനയുടെ ഭാഗമായത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, ADGPയും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുമായ P. വിജയൻ എന്നിവരും മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഹരിത കേരളം മിഷൻ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന പച്ചത്തുരുത്ത് പദ്ധതിയിലെ ആദ്യ പച്ചത്തുരുത്തിന് ബുധനാഴ്ച 5 വയസ്സ് തികയുന്നു. തിരുവനന്തപുരം പോത്തൻകോട് പഞ്ചായത്തിലെ മണലകം കുടുംബാരോഗ്യ കേന്ദ്ര കോമ്പൌണ്ടിൽ നീർമാതള തൈ നട്ടുകൊണ്ട് 2019 ലോക പരിസ്ഥിതി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഔഷധ സസ്യങ്ങളായ ആടലോടകം, മൈലാഞ്ചി, വെള്ളപ്പൈൻ, രക്തചന്ദനം, മരോട്ടി, അശോകം, വേപ്പ് തുടങ്ങി അപൂർവ ഔഷധ സസ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ ഭൂമി, മാലിന്യ കേന്ദ്രങ്ങളായി മാറിയ പൊതു ഇടങ്ങൾ, തരിശുഭൂമി തുടങ്ങിയവ കണ്ടെത്തി പ്രാദേശിക ജൈവവൈവിധ്യം ഉറപ്പാക്കി കൂട്ടമായി തൈകൾ നട്ടുവളർത്തുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് നടപ്പാക്കുന്നത്. 5 വർഷം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി 850 ഏക്കറിൽ 2950 പച്ചത്തുരുത്തുകളാണ് ഒരുങ്ങിയത്. ബുധനാഴ്ച നടക്കുന്ന പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഭാഗമായി 1000 പച്ചത്തുരുത്തുകൾക്ക് കൂടി തുടക്കം കുറിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇടുക്കി ജില്ലയിൽ 13 ഏക്കർ സ്ഥലത്താണ് ഹരിത കേരള മിഷൻ പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം നടക്കും. പച്ചത്തുരുത്തിന് ആവശ്യമായ തൈകൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സോഷ്യൽ ഫോറസ്ട്രി, സ്വകാര്യ നഴ്സറികൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിക്കും. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിലടക്കം ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കവിയൂർ എടക്കാട് GLPS, തിരുമൂലപുരം SNV സ്കൂൾ, മൂത്തൂർ ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂൾ, പെരിങ്ങര സെന്റ് ജോൺസ് GLPS എന്നീ സ്കൂളുകൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല. കോട്ടയം ജില്ലയിൽ വേളൂർ സെന്റ് ജോൺ LPS, പുളിനാക്കൽ സെന്റ് ജോൺ UPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് LPS, കല്ലുപുരയ്ക്കൽ ഗവൺമെന്റ് UPS എന്നീ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കൊല്ലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് UPS കുമാരൻചിറ ശൂരനാട് സൌത്ത്, ഗവൺമെന്റ് UPS തെന്നല ശൂരനാട് നോർത്ത്, ഗവൺമെന്റ് LPS ആഴിയക്കാവ് കുന്നത്തൂർ, അമൃത UPS പാവുമ്പ കരുനാഗപ്പള്ളി, മീനാക്ഷി വിലാസം ഗവൺമെന്റ് LPS പേരൂർ എന്നീ സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 2020 ലോകകപ്പിൽ ഇന്ന് വെസ്റ്റ് ഇൻഡീസ് പാപ്പുവ ന്യൂഗിനിയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. ഉദ്ഘാടന മത്സരത്തിൽ അമേരിക്ക 7 വിക്കറ്റിന് കാനഡയെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. അരുണാചലിൽ BJPയും സിക്കിമിൽ SKMഉം അധികാരത്തിലേക്ക്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ PTAയുടെ തിരഞ്ഞെടുപ്പും പ്രവർത്തനങ്ങളും നടക്കാൻ പാടുള്ളൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് പാപ്പുവ ന്യൂഗിനി മത്സരം രാത്രി 8-ന്. ഉദ്ഘാടന മത്സരത്തിൽ കാനഡയ്ക്കെതിരെ US-ന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.